ഹായ്, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കൺസെപ്റ്റ് ആണ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. അതായത് ഡെറിവേറ്റീവ്സിന്റെ dy/dt എന്ന ഇക്വേഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ L ഓഫ് dy/dt എന്ന് പറഞ്ഞാൽ അതായത് dy/dt ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ ഡിന്റെയും ടിന്റെയും പവർ 1 ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ആ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കല് s × L ഓഫ് y ഓഫ് t മൈനസ് y ഓഫ് 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? y ഓഫ് t ആണ്. ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതേപോലത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് y ഓഫ് t ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്. അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ രണ്ട് കാര്യമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: dy/dt പ്ലസ് 3y ഈക്വൽ ടു 13 × sin 2t y ഓഫ് 0 ഈക്വൽ ടു 6. y ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ വാല്യൂ എക്സിന്റെ വാല്യൂവും ഈ വൈന് ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു വാല്യൂ വൈന്റെ വാല്യൂ ആണ്. ഓക്കെ, യൂസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടു സോൾവ് ഗിവൺ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സിന് വൈ വാല്യൂ കൊടുക്കുക, അത്ര മാത്രം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത് മാത്രം. അപ്പോൾ ഇനി ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇക്വേഷന്റെ ഈ ഭാഗത്തും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാണ്. വിച്ച് ഈസ് ഈക്വൽ ടു L ഓഫ് dy/dt പ്ലസ് 3y വിച്ച് ഈസ് ഈക്വൽ ടു L ഓഫ് 13 sin 2t. ഈ രണ്ട് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം, ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു L ഓഫ് dy/dt പ്ലസ് L ഓഫ് 3 കോൺസ്റ്റന്റ് ആണല്ലോ, അതുകൊണ്ട് പുറത്ത് എഴുതി. L ഓഫ് y എന്ന് പറഞ്ഞാലും y ഓഫ് t എന്ന് പറഞ്ഞാലും ഒക്കെ ഈക്വൽ ആണ്. നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആക്കി എഴുതാൻ വേണ്ടി y എന്ന് എഴുതണമെന്നുള്ളൂ. y ഓഫ് t എഴുതാൻ നമുക്ക്, കാരണം y ഓഫ് t ആണ് നമുക്ക് കണ്ടുപിടിക്കണം, അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, പ്ലസ് 3 × L ഓഫ് y ഓഫ് t വിച്ച് ഈസ് ഈക്വൽ ടു ഈ 13 കൂടി ഒന്ന് പുറത്ത് കിടക്കുന്നുണ്ട്, 13 × L ഓഫ് sin 2t ഇങ്ങനെ വരും. ഓക്കെ, L ഓഫ് dy/dt അവിടെ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു s × L ഓഫ് y ഓഫ് t മൈനസ് y ഓഫ് 0. പിന്നെ 3 പ്ലസ് 3 × L ഓഫ് y ഓഫ് t എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 13 sin 2t ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ് അല്ലേ. k ഡിവൈഡഡ് ബൈ k ന്റെ വാല്യൂ 2 ആണ്. k ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് k സ്ക്വയർ ഫോമിലാണ്, അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ L ഓഫ് y ഓഫ് t കോമൺ ആക്കി എടുക്കണം. y ഓഫ് 0ന്റെ വാല്യൂ എന്താണ്? y ഓഫ് 0ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് കോമൺ ആക്കി എടുക്കുക. അതായത് ഇതിലും ഉണ്ട് L ഓഫ് y ഓഫ് t, ഇതിലും ഉണ്ട് L ഓഫ് y ഓഫ് t. ഇതിൽ നിന്ന് L ഓഫ് y ഓഫ് t കോമൺ ആക്കി എടുക്കുമ്പോൾ L ഓഫ് y ഓഫ് t, ഇതിൽ നിന്ന് L ഓഫ് y ഓഫ് t കോമൺ ആക്കി ഇവിടെ s മാത്രമേ ഉണ്ടാവുള്ളൂ. പ്ലസ് ഇതിൽ നിന്ന് L ഓഫ് y ഓഫ് t കോമൺ ആക്കി ഇവിടെ 3 മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മൈനസ് y ഓഫ് 0 മൈനസ് 6. y ഓഫ് 0ന്റെ വാല്യൂ എന്താണ്? 6 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 13 × 2 എന്ന് പറഞ്ഞാൽ 26 ആണ്. ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. 2ന്റെ സ്ക്വയർ 4. ഇനി പ്ലസ് 6 അങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പം മൈനസ് 6 അങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പോൾ അത് പ്ലസ് 6 ആയിട്ട് മാറും. വിച്ച് ഈസ് ഈക്വൽ ടു L ഓഫ് y ഓഫ് t ഇൻറ്റു L ഓഫ്, ഓക്കെ, നമുക്കിവിടെ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നുണ്ട്. L ഓഫ് y ഓഫ് t ഇൻറ്റു s പ്ലസ് 3 മൈനസ് 6 അപ്പുറത്ത് കൊണ്ടുപോകും, പ്ലസ് 6 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 4 s സ്ക്വയർ പ്ലസ് 4 പ്ലസ് 6 എന്ന് വരും. അതേപോലെ ഈ s പ്ലസ് 3 ഇതിന്റെ താഴേക്ക് കൊണ്ടുപോകണം. വിച്ച് ഈസ് ഈക്വൽ ടു L ഓഫ് y ഓഫ് t ഈക്വൽ ടു s പ്ലസ് അടി കൊണ്ടുപോകുമ്പോൾ 26 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 4 പ്ലസ് 6 ഓൾ ഡിവൈഡഡ് ബൈ s പ്ലസ് 3 എന്ന് വരും. ഇതെങ്ങനെ ചെയ്യാൻ, അതായത് a ഡിവൈഡഡ് ബൈ b ഓൾ ഡിവൈഡഡ് ബൈ c ഡിവൈഡഡ് ബൈ d ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനത്തെ തിരിച്ചിട്ട് ഗുണിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ b ഇൻറ്റു c ബൈ d തിരിച്ചിട്ടാൽ d ബൈ c ആണ് വരിക. ഇവിടെ നോക്കിയേക്കാണ്, ഇവിടെ s പ്ലസ് 3ന്റെ അടിയിൽ ഒരു 1 ഉണ്ടല്ലോ, അപ്പോൾ ഇത് തിരിച്ചിട്ടാൽ 1 ബൈ s പ്ലസ് 3 ആണ് വരിക. ഇതിനും ഗുണിക്കണം, ഇതിനും ഗുണിക്കണം. അപ്പോൾ
വിച്ച് ഈസ് ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഇതിനെ എസ് പ്ലസ് 1/s+3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇങ്ങനെ വരിക s+3 വരും. ഇവിടെ ഇൻറ്റു 1 എന്നിട്ട് നമ്മൾ ഇതിൽ കുഴപ്പമൊന്നുമില്ല. പ്ലസ് 6 ഡിവൈഡഡ് ബൈ 1/s+3 കൊണ്ട് ഗുണിക്കുമ്പോൾ അടിയിൽ s+3 എന്ന് വരും. ഇതെന്താണ്? L of y of t ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? y of t ആണ്. അപ്പൊ ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ സമത്തിന്റെ പുറത്ത് കൊണ്ടുപോവുക. അപ്പൊ ഇതെന്തായിട്ട് മാറും? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് y of t ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 26 divided by s square plus 4 into s plus 3 plus 6 divided by s plus 3 എന്ന് വരും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 4 ഉണ്ട്, എസ് പ്ലസ് 3 ഉണ്ട്. ഇതിനെ ഇനി എന്ത് ചെയ്യണം? ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സംഭവത്തിന് കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കണില്ല. കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കണുള്ളൂ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് y of t ആണ് കേട്ടോ. എൽ ഇൻവേഴ്സ് ഓഫ് 26 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് 6 പുറത്ത് കിട്ടും ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 എന്ന് വരും. എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3. ഇത് എന്ത് ഫോമിലാണ്? ഇ റൈസ് ടു 8ന്റെ ഫോമിലാണ്. ഇവിടെ എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -3 ആണ്. എ ഈക്വൽ ടു -3 ആണ്. കാരണം എന്താണ്? ഇവിടെ പോസിറ്റീവ് ആണ്, ഇതിന് നേരെ ഓപ്പോസിറ്റേക്ക് വരുന്നുണ്ടാവുക എന്റെ വാല്യൂ ഉണ്ടാവുക. എന്തിന്റെ കേസിൽ? ഇ റൈസ് ടു 8ന്റെ കേസിൽ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 26 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ടു -3t എന്ന് വരും. ഇങ്ങനെ വരും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാം. ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ മാത്രം ഒരു പേര് കൊടുക്കുകയാണ്. ഇതിന്റെ പേരാണ് ഐ. അപ്പൊ നമുക്ക് ഐ കണ്ടുപിടിക്കണം. അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മാത്രത്തേക്ക് എടുത്തത്. അത് നമ്മൾ ഓരോ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോൾ എന്ത് ചെയ്യും? 6 ഇൻറ്റു ഇ റൈസ് ടു 3t ഇങ്ങനെ എഴുതി പോകേണ്ടി വരും. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് ഐ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇക്വേഷൻ 1ലേക്ക് തിരിച്ചു വരും. അപ്പോൾ which is equal to L inverse of 26 divided by s square plus 4 into s plus 3. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? ഇവിടെ ഈ ഒരു എസിന്റെ പവർ 2 ആണ്. അതുകൊണ്ട് നമ്മൾ ബി എസ് പ്ലസ് സി പറഞ്ഞിട്ടുള്ള സംഭവം എഴുതാൻ പോവാണെങ്കിൽ അപ്പൊ അതൊന്ന് റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാം. ഇക്വേഷൻ നമ്പർ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഞാൻ ഈ ഒരു ഇക്വേഷനിലെ 26 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 3 ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. 26 divided by s square plus 4 into s plus 3 ആണല്ലോ ഉള്ളത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ പവർ 1 ആയതിന് a divided by s plus 3 എഴുതാൻ പറ്റും. ഇതിന് ആദ്യം എഴുതുക പ്ലസ് രണ്ടാമത് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. bs plus c divided by s square plus 4. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ഭാഗത്തും ഗുണിക്കുക. അപ്പൊ ഇവിടെ ഗുണിക്കുമ്പോൾ മുകളിലും അടിയിൽ കട്ടായി പോയിട്ട് 26 is equal to ഇവിടെ ഗുണിക്കുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 3 ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഗുണിക്കുമ്പോൾ ഈ എസ് പ്ലസ് 3യും ഈ എസ് പ്ലസ് 3യും കട്ടായി പോകും. ബാക്കി ആരുണ്ടാവുക? എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ഉണ്ടാകും. എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ഉണ്ടാകും. പ്ലസ് ബി എസ് പ്ലസ് സിയിൽ ഈ ഒരു എസ് സ്ക്വയർ പ്ലസ് 4 എസ് സ്ക്വയർ പ്ലസ് 4 കട്ടായി പോയിട്ട് ബി എസ് പ്ലസ് സി ഇൻറ്റു ഇവിടെ എസ് പ്ലസ് 3 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക? ഈ എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നതിനായി 26 ഈസ് ഈക്വൽ ടു ഇതിനങ്ങോട്ട് ഗുണിക്കുമ്പോൾ ഈ ഉള്ളിൽ ഗുണിക്കുമ്പോൾ എ എസ് സ്ക്വയർ എന്ന് മാറും. എ എസ് സ്ക്വയർ ആയിട്ട് മാറും. പ്ലസ് എ ഇൻറ്റു 4 A4 പ്ലസ് ഇതിനെ കൊണ്ട് ഗുണിക്കുക. അപ്പൊ ബി എസ് സ്ക്വയർ എന്ന് വരും. അതേപോലെ തന്നെ ബി എസിനെ 3 കൊണ്ട് ഗുണിക്കണം. പ്ലസ് 3bs എന്ന് വരും. ഇനി സിനെ എസ് കൊണ്ട് ഗുണിക്കുക. അപ്പൊ പ്ലസ് സി എസ് എന്ന് വരും. സിനെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പ്ലസ് 3c എന്ന് വരും, അല്ലെങ്കിൽ C3 എന്ന് വരും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് സ്ക്വയർ ഉള്ള ടേമുകളൊന്ന് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. 26 ഈസ് ഈക്വൽ ടു ഇതിലെ സ്ക്വയർ ഉണ്ട്, നമുക്ക് ഈ സ്ക്വയറിന് കോമൺ ആക്കി എടുക്കാം. a പ്ലസ് ബി എന്ന് വരും.
എ പ്ലസ് ബി എന്ന് വരും. പിന്നെ എസ് ഉള്ള ടേമിന് ഞാനൊന്ന് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് എസ് ഉള്ള ടേമാണ്, ഇത് എസ് ഉള്ള ടേമാണ്. അപ്പോൾ 3b പ്ലസ്, ഇവിടെ പ്ലസ് ഉണ്ട്, 3b പ്ലസ് സി. നമ്മൾ കോമൺ ആയിട്ട് എസ്സിന് എടുത്തു. പിന്നെ ബാക്കിയുള്ളത് ആരാണ്? A4 ആണ്. പ്ലസ് A4 അതേപോലെ തന്നെ പ്ലസ് 3c ഞാൻ എന്ത് ചെയ്തു കൊടുത്തു. ഇനി നോക്കേണ്ട കാര്യം, ഇവിടെ ഈ രണ്ട് ഭാഗത്തും എസ് സ്ക്വയറിന്റെ ടേം ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ എസ് സ്ക്വയറിന്റെ ടേം ഇല്ല, ഇവിടെ 26 മാത്രമേ, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് ബി ഈക്വൽ ടു 0 ആക്കി എടുക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എസ് സ്ക്വയറിന്റെ ടേം ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പം ഇതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയാം, എസ് സ്ക്വയറിന്റെ കൂടെ ഉള്ള ആളെ എന്താണെങ്കിലും അതിന്റെ കോഎഫിഷ്യന്റ് എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എ പ്ലസ് ബി. അതേപോലെ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് 26. അപ്പൊ ഇത് രണ്ടും എ പ്ലസ് ബി ഈക്വൽ ടു 26 എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ എസ് സ്ക്വയറിന്റെ ടേം ഇല്ല. അപ്പൊ എന്താണ്? എ പ്ലസ് ബി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, എ പ്ലസ് ബി ഈക്വൽ ടു 0 ആണ്. പിന്നെ എസിന്റെ കൂടെ ആരാ ഉള്ളത്? എസിന്റെ കൂടെ ഇവിടെ 3b പ്ലസ് സി ഉണ്ട്. ഇവിടെ എസിന്റെ ടേം ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിന് 3b പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ രണ്ട് ഇക്വേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആൻഡ് വാല്യൂ ഇങ്ങനെ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇതിനെ 0 ആക്കാൻ കഴിയില്ല. ബിന്റെ സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ബിന്റെ സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഇതിന് 0 ആക്കാൻ പറ്റില്ല. കാരണം ഇവിടെ എത്ര കൊടുത്തു കഴിഞ്ഞാൽ, ഏത് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്വയറിൽ വരുന്നതുകൊണ്ട് ഇത് 0 ആയി പോകില്ല. അപ്പൊ ബിന്റെ സിന്റെ വാല്യൂ കണ്ടെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് കൊടുക്കാൻ പറ്റും. അതായത് എസ് ഈസ് ഈക്വൽ ടു -3 ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യുക? ഈ ഒരു ടേം മുഴുവൻ 0 ആയി പോകും. അപ്പൊ പിന്നെ ഇത് മാത്രമായിട്ട് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 26 ഈസ് ഈക്വൽ ടു, അതായത് ഈ ഒരു ടേം മുഴുവൻ 0 ആയി പോയി. ഞാൻ ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്റെ വാല്യൂ ഇനി കണ്ടുപിടിക്കാൻ പോകണം. ഞാൻ ആദ്യം എന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, ഇക്വേഷൻ വന്നാലും കുഴപ്പമില്ല. അപ്പൊ 26 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എസിന്റെ വാല്യൂ എന്താണ്? -3 ആണ്. -3ന്റെ സ്ക്വയർ 9 ആണ്. പ്ലസ് 4 വരും, പ്ലസ് 4 എന്ന് വരും. ഇനി എന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എ ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. 9 പ്ലസ് 4 13 ആണ്. ഇതിന്റെ വാല്യൂ 13 ആണ്. അപ്പോൾ അടിക്കൊണ്ടിരുമ്പോൾ 26 ഡിവൈഡ് 13 വരും. രണ്ട് കട്ട് ചെയ്തിട്ട് ഈസ് ഈക്വൽ ടു 2. അപ്പൊ എന്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്, എ ഈക്വൽ ടു 2 ആണ്. ഇനി ഒരു ഇക്വേഷൻ നോക്കി വെക്കാം. ഈ ഇക്വേഷനിൽ എന്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കാം. 2 പ്ലസ് ബി ഈക്വൽ ടു 0 ആണ്. അപ്പൊ ബിന്റെ വാല്യൂ ഈക്വൽ ടു -2 എന്ന് വരും. ബിന്റെ വാല്യൂ എന്ത് കിട്ടി? -2 എന്ന് വരും. ബിന്റെ വാല്യൂ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. 3 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ എന്താണ്? -6 ആണ്. പ്ലസ് സി ഈക്വൽ ടു 0. therefore സി ഈക്വൽ ടു -6 അങ്ങോട്ട് പോകുമ്പോൾ +6 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്റെ വാല്യൂ 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ബിന്റെ വാല്യൂ -2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സിന്റെ വാല്യൂ ചെയ്തിട്ടുണ്ട് 6 ആണെന്ന് കിട്ടി. ഈ ഇക്വേഷനിലെ ഈ ഭാഗത്തും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇവിടെയാണ് ചെയ്യുന്നത്. ഇവിടെ മാത്രം അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇക്വേഷൻ ആകുമ്പോൾ നമ്മൾ അപ്പുറത്ത് അപ്ലൈ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 26 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 3 ആണല്ലോ ഉള്ളത്. അത് ഈക്വൽ ആണ് എൽ ഇൻവേഴ്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3. എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 പ്ലസ്, ഇവിടെ ഞാൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റന്റ് നമുക്ക് കൊടുക്കാം. പിന്നെ ബി എസ് പ്ലസ് സി ഇൻറ്റു, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു, ഓക്കെ, ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4. ഓക്കെ, ഇനി എക്കും ബിക്കും സിക്കും വാല്യൂ കൊടുക്കുകയാണ്. നമുക്ക് എന്റെ വാല്യൂ എന്താ കിട്ടിയത്? എ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 2നെ ഞാൻ പുറത്ത് കിട്ടുന്നുണ്ട്. എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 എന്ന് വന്നു. ഓക്കെ, ഇനി ബിന്റെ വാല്യൂ സിന്റെ വാല്യൂ കൊടുക്കുകയാണ്. പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ബിന്റെ വാല്യൂ എന്താണ് കിട്ടിയത്? ബി ഈക്വൽ ടു -2 ആണ്. അപ്പോൾ -2 ഇൻറ്റു ഇവിടെ എസ് ആണുള്ളത്, -2 ഇൻറ്റു എസ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു 6. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും.
ഇങ്ങനെയാണ് നമ്മളെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്തെടുക്കാം. പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3t ആഡ് ചെയ്തെടുക്കാം. കാരണം ഇവിടെ വരെ നമ്മൾ എന്താണ് ഐ ആക്കി പരിഗണിച്ചതാണ്. ഐ പ്ലസ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ പ്ലസ് ഇ റൈസ് ടു മൈനസ് 6 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3t ആയിരുന്നു. അപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3t കൂടി കൊടുത്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഫ്രം ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 1 എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇക്വേഷൻ നമ്പർ 1 ഐക്ക് പകരം നമ്മൾ ഐ ആണല്ലോ ഇവിടെ കണ്ടുപിടിച്ച് ഇങ്ങനെ പോകുന്നത്. ഐ ഈസ് ഈക്വൽ ടു പറഞ്ഞിട്ടാണ് കണ്ടുപിടിച്ച് പോകുന്നത്. അപ്പം ഐ പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3t ആവും എന്ത് ഇക്വേഷൻ നമ്പർ 1. ഐക്ക് പകരം നമുക്ക് കിട്ടിയ റിസൾട്ടിനാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. അതിൻ്റെ ഇത് എങ്ങനെ വരാം, 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3t എന്ന് വരും. നമ്മൾ ഓൾറെഡി ചെയ്ത സംഭവം തന്നെയാണ്. പിന്നെ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൈനസ് 2s ഡിവൈഡഡ് ബൈ സ്ക്വയർ പ്ലസ് 4, അതായത് ഡിനോമിനേറ്റർ എന്താണ് കോമൺ ആണ്, നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതായത് മൈനസ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ്, സെപ്പറേറ്റ് ആയിട്ട് ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കൺഫ്യൂഷൻ ആകരുത്. ഞാൻ എന്താ ആദ്യം ചെയ്ത് മൈനസ് 2s ഡിവൈഡ് ബൈ സ്ക്വയർ പ്ലസ് 4 അടുത്ത് ചെയ്തുമ്പോൾ മനസ്സിലാവും 6 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. അതായത് ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്, അത് കൂട്ടി എഴുതിയതാണ് ഇവിടെ, ഒരാളെ മാത്രം എഴുതിയതാണ് ഇവിടെ. മൈനസ് 2s പ്ലസ് 6 ചെയ്തിട്ടുണ്ട്, മുകളിലുണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് 2s ഉണ്ട്. പിന്നെ ഞാൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടി കൂടി അപ്ലൈ ചെയ്തു. പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3t വരും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇത് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 2 ഇ റൈസ് ടു മൈനസ് 3t പ്ലസ് 6 ഇ റൈസ് ടു മൈനസ് 3t. എന്റെ കയ്യിൽ 2 തേങ്ങയും 6 തേങ്ങയുണ്ട്. ഒക്കെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്ര തേങ്ങയാണ്, 8 തേങ്ങ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3t എന്ന് വരും. ഓക്കെ, ഇത് രണ്ടും ഒരേ സാധനം, ഇ റൈസ് ടു മൈനസ് 3t ആണ്, ഇത് ഇ റൈസ് ടു മൈനസ് 3t ആണ്. 6 ഇ റൈസ് ടു മൈനസ് 3t 2 ഇ റൈസ് ടു മൈനസ് 3t കൂട്ടി കഴിഞ്ഞാൽ 8 ഇ റൈസ് ടു മൈനസ് 3t പ്ലസ് ഈ ഒരു മൈനസ് 2 ഞാൻ പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ പ്ലസ് പോയിട്ട് ഇവിടെ മൈനസ് ആവും. മൈനസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഇതിപ്പോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പ്ലസ് 6 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, ഇങ്ങനെയാണ് വന്നത്. ബാക്കി ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലസ് ഇ റൈസ് ടു മൈനസ് 3t, പിന്നെ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതി, ഇവിടെ 4ന് പകരം 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, 2 സ്ക്വയർ എന്ന് എഴുതാം. കാരണം 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ ആണ്. എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ത് ഫോമിലാണ് ഉള്ളത്, കോസ് KTന്റെ ഫോമിലാണ് ഉള്ളത്. അപ്പൊ പ്ലസ് ഇവിടെ 2നെ പരിഗണിക്കണം, പ്ലസ് അല്ല, മൈനസ് 2 ഇൻറ്റു കോസ് KT. ഇവിടെ കെന്റെ വാല്യൂ എന്താണ്, ഇവിടെ ഏതാണ് നോക്കിയാൽ മതി. കെന്റെ വാല്യൂ പറഞ്ഞാൽ k ഈക്വൽ ടു 2 ആണ്. പ്ലസ് 6 അതേമാതിരി എഴുതി. പിന്നെ ഇത് എന്ത് ഫോമുലാണ്, 1 ഡിവൈഡ് ബൈ സ്ക്വയർ പ്ലസ് 4, അതായത് ഒരു ഫോമുല അല്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ഇതൊരു സൈൻ KTന്റെ ഒരു ചോയല്ല ഇതിന്. അപ്പൊ എന്ത് ചെയ്യാണ്, അടിയിൽ ഞാനൊരു 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ ഒരു 4നെ മായിച്ചായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, 2ന്റെ സ്ക്വയർ ഇതാണ്. അടിയിൽ 2നെ ഗുണിച്ചു കഴിഞ്ഞാൽ ആ തുലാസ് ഈക്വൽ ആക്കാൻ വേണ്ടി മുകളിൽ എന്ത് ചെയ്യണം, 2നെ കൊണ്ട് ഗുണിക്കണം. അടിയിൽ 1/2നെ കൊണ്ട് മുകളിൽ 2നെ കൊണ്ട് ഗുണിക്കണം. ഇതുകൊണ്ട് കട്ട് ചെയ്തിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് അടിയിലും മുകളിലും ചെയ്യുന്നത്. ഇപ്പൊ ഇതെന്ത് ഫോമലായി, 2 ഡിവൈഡ് ബൈ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ത് ഫോമാണ്, k ഡിവൈഡ് ബൈ സ്ക്വയർ പ്ലസ് k സ്ക്വയർ ഫോമാണ്, സൈൻ KTന്റെ ഫോമാണ്. അപ്പൊ ഇവിടെ സൈൻ KT എന്ന് വരും. ഇവിടെയും kന്റെ വാല്യൂ എന്താണ്, 2 ആണ്. അപ്പൊ ഫൈനൽ ആൻസർ 8 ഇ റൈസ് ടു മൈനസ് 3t മൈനസ് 2 കോസ് KTക്ക് പകരം 2t എന്ന് കൊടുക്കുക, പ്ലസ് 6 സൈൻ 2t. ഇതാണ് ഫൈനൽ ആൻസർ. കുറച്ച് ലെങ്ത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു.